السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. اللهم صل على سيدنا മുഹമ്മദ് وعلى آل سيدنا മുഹമ്മദ്. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, ഫളലു സ്വലാത്തിൽ ജമാഅ, ഇന്നത്തെ നമ്മുടെ ഹദീസിന്റെ ക്ലാസ് ജമാഅത്തായി നമസ്കരിക്കുന്നതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ്. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നമസ്കരിക്കുന്നത് ഇസ്ലാം വളരെ പുണ്യമുള്ളതാക്കുകയും വളരെ ശ്രേഷ്ഠമാക്കുകയും മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ അത് വാജിബാണെന്ന് പറയുകയും അതിന്റെ പേരിൽ വളരെയധികം നിഷ്കർഷ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കാനുള്ള ഒരു ശക്തമായ ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ജമാഅത്ത് നഷ്ടപ്പെടുത്താതിരിക്കാൻ, പ്രത്യേകിച്ചും ഒന്നാമത്തെ തക്ബീർ തന്നെ ഇമാമിന്റെ കൂടെ കിട്ടാനുള്ള ഒരു വലിയ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതിനുള്ള ഹദീസുകളാണ്, അതിന് പ്രേരിപ്പിക്കുന്ന ഹദീസുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ സ്വലാത്തുൽ ജമാഅത്തി, ജമാഅത്തായുള്ള നിസ്കാരം, അഫ്ളലു മിൻ സ്വലാത്തിൽ ഫർദി, ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ്. ബിസബഇൻ വഇശ്രീന ദറജ, 27 ഇരട്ടി പ്രതിഫലം, 27 ഇരട്ടി ശ്രേഷ്ഠമാണ് ജമാഅത്തായുള്ള നിസ്കാരം. അപ്പൊ എപ്പോഴാണെങ്കിലും ഒരാൾ, ഒരു ഇമാമും ഒരു മഅ്മൂമും ചുരുങ്ങിയത് കൂടിച്ചേർന്ന് വീടുകളിൽ ഈ സഹോദരിമാരെ നിസ്കരിക്കുകയാണെങ്കിലും പരമാവധി ജമാഅത്തായി നിസ്കരിക്കാനുള്ള ശ്രമം നടത്താം. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തുർ റജുലി ഫീ ജമാഅത്തിൻ, ജമാഅത്തിലുള്ള ഒരു മനുഷ്യന്റെ നിസ്കാരം, തുളഅഫു അലാ സ്വലാത്തിഹി ഫീ ബൈത്തിഹി, അവന്റെ വീട്ടിലുള്ള നിസ്കാരത്തെക്കാൾ ഇരട്ടി പ്രതിഫലം നൽകപ്പെടും. ഫീ സൂഖിഹി, അങ്ങാടിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും, ഖംസൻ വഇശ്രീന ളഅഫൻ, 25 ഇരട്ടി പ്രതിഫലം ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നിസ്കരിക്കുന്നതിനുണ്ട്. വദാലിക, അത് ആ ശ്രേഷ്ഠത ഒരാൾക്ക് കിട്ടുക, അന്നഹു ഇദാ തവല്ലാ, ഒരാൾ ഉളു എടുത്തു, ഫഅഹ്സനൽ വുളുഅ, നന്നായി ഉളു, മനോഹരമായി ഉളു ചെയ്തു, ഉളുവിനെ നന്നാക്കി നടത്തും. സുമ്മ ഖറജ ഇലൽ മസ്ജിദി, പിന്നെ പള്ളിയിലേക്ക് പുറപ്പെട്ടു. ലാ യുഖ്രിജുഹു ഇല്ല സ്വലാത്തു, നിസ്കാരമല്ലാതെ ഒന്നും അവനെ പുറപ്പെടുവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് വേണ്ടിയിട്ടാണ് പുറപ്പെടുന്നത്. ലം യഖ്തു ഖത്വതൻ, അവൻ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു ചവിട്ടടിയും അവൻ വെക്കൂല. ഇല്ല റുഫഅത് ലഹു ബിഹാ ദറജ, അവന് ഓരോ ചവിട്ടടിയിലും അവനൊരു ദറജ, ഒരു പ്രതിഫലം കിട്ടിയിട്ടല്ലാതെ അങ്ങനെ ഓരോ ചവിട്ടടിക്കും അവന് പ്രതിഫലങ്ങളുണ്ട്. വഹുത്തത് അൻഹു ബിഹാ ഖതിയ, അതുകൊണ്ട് അവന്റെ പാപങ്ങൾ, അവന്റെ തെറ്റുകൾ മായ്ക്കപ്പെടുകയും ചെയ്യും. ഫഇദാ സല്ല, അവൻ നിസ്കരിച്ചാൽ, ലം തസലിൽ മലായികതു തുസല്ലി അലൈഹി, മലക്കുകൾ അവന്റെ മേൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. മാദാമ ഫി മുസല്ലാഹു, അവൻ ആ നിസ്കരിക്കുന്ന സ്ഥലത്ത് ആകുന്ന കാലത്തോളം. മാലം യുഹ്ദിസ്, അവന് അശുദ്ധിയായിട്ടില്ലെങ്കിൽ, അഥവാ ഉളൂ പൂഞ്ഞിട്ടില്ലെങ്കിൽ. തഖൂലു, മലക്കുകൾ പറയും, അല്ലാഹുമ്മ സല്ലി അലൈഹി അല്ലാഹുമ്മ റഹംഹു എന്ന് മലക്കുകൾ ദുആ ചെയ്തു കൊടുക്കും. വലാ യസാലു ഫീ സലാത്തിൻ മൻ തളറ സ്വലാ, ഒരു മനുഷ്യൻ നിസ്കാരത്തിൽ തന്നെയാണ്, നിസ്കാരത്തിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്തോളം, ഒരാൾ നിസ്കാരത്തിൽ പ്രതീക്ഷിക്കുമ്പോഴും നിസ്കാരത്തിൽ തന്നെയാണ്. മുത്തഫഖുൻ അലൈഹി. വഅൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, അത്തൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ അഅമ, ഒരു കണ്ണ് കാണാത്ത ഒരാൾ നബിന്റെ അടുത്ത് വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് എന്നെ നയിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നയിക്കുന്ന ഒരാളില്ല. ഖായിദ്, ഖാദ യഖൂദു, ഖായിദ്, നയിക്കുന്ന ഒരാൾ എനിക്ക് ഇല്ല. നേതാവിനൊക്കെ ഖായിദ് എന്ന് പറയും. അപ്പൊ എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ആരുമില്ല നബിയെ, കണ്ണ് കാണാത്ത ആളാണ്. ഫസഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി തങ്ങളോട് അയാൾ ചോദിച്ചു, അൻയുറഖിസ ലഹു, മൂപ്പർക്ക് ഒരു കൺസെഷൻ കൊടുക്കാൻ, അഥവാ ജമാഅത്ത് ആയി നിസ്കരിക്കാൻ വരുന്നതിൽ നിന്ന് എനിക്കൊരു കൺസെഷൻ വേണം, എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്കൊരു ഇളവ് വേണം. ഫയുസല്ലി ഫി ബൈത്തിഹി, അങ്ങനെ ഞാനൊന്ന് വീട്ടിൽ നിസ്കരിച്ചോട്ടെ എന്ന് കണ്ണ് കാണാത്ത ഒരാൾ ചോദിച്ചപ്പോൾ ഫറഖസ ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് ഇളവ് ചെയ്തു കൊടുത്തു. അഥവാ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ഒരാളില്ല, കണ്ണ് കാണാത്ത മനുഷ്യന്, അതുകൊണ്ട് അയാൾക്ക് ഇളവ് ചെയ്തു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ആണുങ്ങൾ മനസ്സിലാക്കേണ്ടത് ജമാഅത്തായിട്ടുള്ള നിസ്കാരം പള്ളിയിൽ വെച്ചിട്ട് നിസ്കരിക്കാൻ നമ്മൾ പ്രത്യേകിച്ചും നമ്മളിടക്ക് ഇങ്ങനെ വിട്ടുപോകുന്നത്. അപ്പോൾ ഈ ഹദീസുകൾ നമ്മെ അത് കൂടുതൽ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കണം. പ്രത്യേകിച്ചും ഒറ്റക്ക് നിസ്കരിക്കാൻ അറിയണോണ്ട് നമുക്കിത് വലിയ പ്രശ്നമാണ്. ഒറ്റക്ക് നിസ്കരിക്കാനുണ്ട്. പിന്നെ എപ്പോഴും സമയത്തെ കുറിച്ചിട്ടും ധാരണ ഉള്ളതുകൊണ്ട് സമയം കഴിയുന്ന മുമ്പ് എവിടുന്നെങ്കിലും ഒന്നുണ്ട് കടം വീട്ടി നിസ്കരിക്കാന്ന് വിചാരിക്കും. ആ നിസ്കാരത്തിന് അതിന്റെ ഭംഗി ഉണ്ടാവുള്ളൂ. അത്ര മാത്രം വലിയ ശ്രദ്ധയോടെ ഒരു ജമാഅത്തായി പ്രതീക്ഷയോടെ ചെന്ന് ആ ഒരു താല്പര്യത്തോടെ വഖുറത്തു ഐനി ഫിസ്സല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ആനന്ദം കണ്ടെത്തിയിരുന്ന നിസ്കാരത്തിന്റെ ആ ഒരു ശ്രേഷ്ഠതയും പുണ്യം നമ്മൾ കണ്ടെത്തൂല. പിന്നെ ഒരു കടമക്ക് വേണ്ടി ആ സമയം തെറ്റി, ശ്രേഷ്ഠമായ സമയം തെറ്റി, ജമാഅത്ത് തെറ്റിയൊക്കെ നമ്മൾ നിസ്കരിക്കുമ്പോൾ പിന്നെ അതൊരു കടമക്ക് വേണ്ടി നിസ്കരിക്കുള്ളൂ. എങ്ങനെയെങ്കിലും ഒരു കടം വീട്ടാൻ വേണ്ടി നിസ്കാരമായി പോകും. അപ്പൊ നമ്മൾ ഈ ഒരു ശ്രദ്ധയുണ്ടായാൽ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ പരമാവധി ഉളു എടുത്ത് നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരുന്ന് പരമാവധി തക്ബീറത്തുൽ ഇഹ്റാം ഇമാമിന്റെ കൂടെ കിട്ടി. അത് നിർബന്ധമാണ്, അത് വളരെ പുണ്യം, വളരെ ആവശ്യമാണ്, അത്യാവശ്യമാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് വെച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിരുന്നുണ്ട്. നിർബന്ധമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ ഒരുപാടുണ്ട്. പിന്നെ ഈ ഫലമ്മ വല്ല ആ കണ്ണു കാണാത്ത ആൾ ഒന്നണ്ട് പിന്തിരിഞ്ഞു പോയപ്പോ ദഅാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ വിളിച്ചിട്ട് ഫഖാല ലഹു എന്ന് ചോദിച്ചു, ഹൽ തസ്മഉ നിദാ ബിസ്സല, നിസ്കാരത്തിലേക്കുള്ള വിളി നിങ്ങൾ കേൾക്കാറുണ്ടോ? ഖാല നഅം ഖാല ഫഅജിബ്, അപ്പൊ വിളിക്ക് ഉത്തരം നൽകണം എന്ന് പറഞ്ഞാൽ ഉത്തരം നൽകൽ ഇജാബത്ത് ചെയ്യണം എന്നർത്ഥം. ബാങ്കിന് ഇജാബത്ത് ചെയ്യണം എന്ന് പറഞ്ഞു. റവാഹു മുസ്ലിം റിവായത്ത് ചെയ്താണ്. അപ്പൊ ബാങ്ക് കൊടുക്കുമ്പോൾ അതിന് ഇജാബത്ത് ചെയ്യണം. പള്ളിയേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ആരും സൗകര്യപ്പെടുന്ന ആരും ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞു. عن عبد الله رضي الله عنه وقيل عمرو بن قيس എന്നാണ് المعروف بابن ام مكتوم المؤذن رضي الله عنه. മുഅദ്ദിനായ ഉമ്മു മക്തൂമാണ്, ഇബ്നു ഉമ്മു മക്തൂമാണ്, അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂമാണ് എന്ന് ഈ അബ്ദുല്ലാഹ് എന്നവരെ കുറിച്ച് പറയുന്നത് അവരാണിത്. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം അന്നഹു ഖാൽ യാ റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയെ ഇന്നൽ മദീനത, പട്ടണം, കസീറത്തുൽ ഹവാമി, ഒരുപാട് വിഷ ജന്തുക്കളുണ്ട്, വസ്സിബാഴി, പിടിമൃഗങ്ങളുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പം ഞാൻ എങ്ങനെ ഓരോ സമയത്ത് നിസ്കരിക്കാൻ വരണോ? വലിയ പിടിമൃഗങ്ങളും വന്യമൃഗങ്ങളും അതേപോലെ തന്നെ വിഷജന്തുക്കളും ഒക്കെ നിറഞ്ഞതാണ് പട്ടണം, ഞാൻ നിസ്കരിക്കാൻ വരണോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തസ്മഉ ഹയ്യ അലസ്സലാ, ഹയ്യ അലസ്സലാ നിങ്ങൾ കേൾക്കാറുണ്ടോ? നിസ്കാരത്തിലേക്ക് വരിൻ എന്നുള്ള വാക്കുകൾ കേൾക്കാറുണ്ടോ? ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരിൻ എന്ന വാക്ക് നിങ്ങൾ കേൾക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഫഹയ്യ ഹല, എന്ന പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നോളണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട്, സഹാബിയോട് അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം, അള്ളാഹുവിനെ തന്നെ സത്യം. ലഖദ് ഹമംതു, ഞാനിങ്ങനെ വിചാരിച്ചു, കുറെ ആൾക്കാർ പള്ളിയിൽ നിസ്കരിക്കാൻ വരാതിരിക്കുന്നത് കണ്ടപ്പോ ഞാനിങ്ങനെ വിചാരിച്ചു, അൻ ആമുറ ബിഹതബിൻ ഫയുഹ്തതബ, കുറച്ച് വിറക് കൊണ്ടുവരാൻ കൽപ്പിക്കാൻ വേണ്ടി, ജനങ്ങളോട് ആരെങ്കിലും കുറച്ച് വിറക് കൊണ്ടുവരിൻ എന്ന് കൽപ്പിക്കാനും, സുമ്മ ആമുറ ബിസ്സലാത്തി, പിന്നെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കാനും, ഫയുഅ്ദന ലഹ, നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കപ്പെടാനും, സുമ്മ ആമുറ റജുലൻ, അപ്പോ ഞാൻ എന്നിട്ട് വേറൊരാളോട്, ഞാനാണല്ലോ നിസ്കാരത്തിന് ബാങ്ക് കൊടുത്താൽ ഇമാമത്ത് നബി പറയാൻ, പക്ഷേ സുമ്മ ആമുറ റജുലൻ, ഞാൻ വേറൊരാളോട് ഇമാമത്ത് നിൽക്കാൻ, ഫയ ഉമ്മൻ നാസ, അങ്ങനെ അയാൾ ജമാഅത്തായിട്ട് നിങ്ങൾ നിസ്കരിക്കുന്ന വേറൊരാളെ പിടിച്ചിട്ട് ഇവിടെ ഇമാമ നിർത്തിയിട്ട്, സുമ്മ ഉഖാലിഫ ഇലാ റിജാലിൻ, പിന്നെ ഞാൻ പിന്തിരിഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുടെ അടുത്തേക്ക്, കുറച്ച് പുരുഷന്മാരുടെ അടുക്കലേക്ക് ഞാൻ പോകും, ഫഉഹർരിക, അങ്ങനെ ഞാൻ അവർക്ക് അലൈഹിം ബുയൂതഹും, അവരുടെ വീടുകൾ അവരുടെ മേൽ ഞാൻ കരിച്ചു കളയും എന്ന് ഞാനിങ്ങനെ വിചാരിക്കും. അപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവപൂർവ്വം ബാങ്ക് കൊടുക്കാൻ സമയമായാൽ ബാങ്ക് കൊടുക്കാൻ കൽപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാളെ ഇമാമ് നിർത്തുകയും ചെയ്ത്, ഞാൻ വീടുകളിലേക്ക് പോയി, കുറെ പുരുഷന്മാരുണ്ട്, റിജാലൻ, ഒരുപാട് പുരുഷന്മാരുണ്ട്, ആ ഉഖാലിഫ ഇലാ റിജാലിൻ, ആ ആളുകളുടെ അടുക്കലേക്ക് പോയിട്ട്, ഫഉഹർരിക അലൈഹിം ബുയൂതഹും യുഹ്തതബ ഫയുഹ്തതബ ഹമംതു അൻ ആമുറ ബിഹതബിൻ ഫയുഹ്തതബ, കുറച്ച് വിറകിന് ആവശ്യപ്പെട്ടിട്ട് ആ വിറക് ഒരുമിച്ച് കൂട്ടപ്പെട്ട് ആ വിറകുമായി പോയി പള്ളിയിൽ ജമാഅത്തിന് വരാത്ത പുരുഷന്മാരുടെ വീടുകളിൽ പോയി അവരുടെ മേൽ ആ വീടുകളുടെ കരിച്ചു കളയാൻ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് എന്ന്
എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തി മുത്തഫഖുൻ അലൈഹി സഹീഹുൽ ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്തതാണ്. അപ്പോൾ ജമാഅത്തിന് പോയി നിസ്കരിക്കുക, പുരുഷന്മാരുടെ മേലിൽ പള്ളിയിൽ ജമാഅത്ത് പോയി നിസ്കരിക്കുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്തമാണ്, നിർബന്ധമാണ് എന്നാണ് ഒരുപാട് ആളുകൾ പറഞ്ഞത്. അപ്പോൾ അതിൽ പലപ്പോഴും അലസത കാണിക്കാറുള്ള, അതിൽ പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യാറുള്ള, വീഴ്ച വരുത്താറുള്ള നമ്മൾ പലപ്പോഴും ആ ഒരു ശ്രദ്ധ അതിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ഈ ഹദീത്തുകൾ ഗൗരവമൂറി അതിന്റെ ശ്രേഷ്ഠത നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഹദീത്ത് മാത്രമല്ല, ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നതിന്റെ ഗൗരവം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഹദീത്ത് ആണ് അവസാനമായി പറഞ്ഞത്. ചെയ്യാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കനുസരിക്കാൻ, ജമാഅത്തായി നിസ്കാരത്തിൽ ശ്രദ്ധ കൂടുതൽ പുലർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.